നമസ്കാരം. 2013 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആ മന്ത്രിസഭയിൽ അംഗമായിരുന്ന KB ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന യാമിനി തങ്കച്ചൻ്റെ പരാതിയെ തുടർന്നാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ഗണേഷ് കുമാറിനെ രക്ഷിക്കാനേ കഴിയുമായിരുന്നില്ല. മുഖമാകെ ആരോ പെണ്ണുകേസിൽ അടിച്ചു പൊളിച്ച ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ വെച്ചുകൊണ്ടിരിക്കാൻ ഉമ്മൻചാണ്ടിക്ക് കഴിയുമായിരുന്നില്ല. ആ വാശിക്ക് ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിയോട് ചെയ്തത് വലിയ ദ്രോഹമായിരുന്നു. ഉമ്മൻചാണ്ടിയോട് മാത്രമല്ല, കേരളത്തോട് തന്നെ KB ഗണേഷ് കുമാർ വലിയ ദ്രോഹപ്രവർത്തി ചെയ്തു. ഉമ്മൻചാണ്ടി തന്നെ മന്ത്രിസഭയിൽ നിന്നും ഒഴിവാക്കി എന്നതിൻ്റെ പേരിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു കള്ളപ്പരാതി KB ഗണേഷ് കുമാർ ഉണ്ടാക്കിക്കൊണ്ടുവരികയാണ്. അന്ന് കേരളത്തെ പിടിച്ചുകുലുക്കിയ ഒരു കള്ളക്കേസിലെ നായിക, ആ നായിക കേരളത്തോട് നുണ പറഞ്ഞു. ആ നുണ നാണം കെട്ട CPMകാർ ഏറ്റെടുത്തു. ആ നുണയിൽ ഉമ്മൻചാണ്ടിയെ പിടിച്ചിടാൻ ഗണേഷ് കുമാർ ഗൂഢാലോചന നടത്തി. ഉമ്മൻചാണ്ടി ആ വിവാദ കേസിലെ നായികയെ ലൈംഗികമായി പ്രകൃതി വിരുദ്ധമായി പീഡിപ്പിച്ചു എന്ന തരത്തിൽ ഒരു കേസുണ്ടാക്കുന്നു. ഉമ്മൻചാണ്ടിക്ക് മാത്രമല്ല, UDFന് തന്നെ വിനയായി മാറിയത് പിണറായി എന്ന നികൃഷ്ടനായ ഭരണാധികാരി 10 വർഷം കേരളത്തിൻ്റെ ഭരണം പിടിച്ചെടുത്തത് ഈ വൃത്തികേട് മൂലമായിരുന്നു. ഉമ്മൻചാണ്ടി നിരപരാധിയാണ് എന്ന് സകല അന്വേഷണ ഏജൻസികളും കണ്ടെത്തി. ഉമ്മൻചാണ്ടി മാത്രമല്ല, ആ സോളാർ കേസിലെ പ്രതികളാക്കപ്പെട്ട മുഴുവൻ ജനപ്രതിനിധികളും നിരപരാധികളാണെന്നും ആ സ്ത്രീയുടെ സ്വപ്നത്തിൽ വിരിഞ്ഞ കാര്യങ്ങൾ ഗണേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ അത് സത്യമാക്കി പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതാണ് ആ വിനയുടെ കാരണമെന്നും തെളിഞ്ഞു. ഉമ്മൻചാണ്ടിക്ക് തൻ്റെ നീതി പൂർണ്ണമായും തെളിയിക്കുന്നതിന് മുൻപ് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. ഇന്നിപ്പോൾ 10 വർഷത്തിന് ശേഷം ആ കേസിൽ ഗണേഷ് കുമാർ കൊട്ടാരക്കര കോടതിയിൽ നീതിവിധിക്ക് വിധേയനാവുന്നു. ഉമ്മൻചാണ്ടി പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി ആ വിവാദ നായികയുടെ കത്ത് എഴുതി ചേർത്ത് ഗണേഷ് കുമാർ സ്വയം കുഴി തോണ്ടുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോഴിത് തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഗണേഷ് കുമാർ നാറി നശിച്ച് മാനം കെട്ടു നിൽക്കുന്ന അവസ്ഥയിലേക്ക് മാറിയത്. ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളി പള്ളിയിലടക്കിയ ശവശരീരത്തിലെ പ്രേതം ഗണേഷ് കുമാറിനെ വേട്ടയാടുകയാണ് എന്ന് തീർച്ച. അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വീണ്ടും ഇതൊരു വിവാദമാവേണ്ട കാര്യമില്ല. ഗണേഷ് കുമാർ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ പ്രേതം വേട്ടയാടുന്നത് ശക്തമാക്കിയതുകൊണ്ട് പല രൂപത്തിൽ തിരിച്ചടിയാവുന്നു. ഗണേഷ് കുമാറിനെതിരെ അതിശക്തമായ ഭാഷയിൽ രംഗത്ത് വന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എണ്ണി ചോദിച്ചു ഗണേഷ് കുമാറിൻ്റെ പെണ്ണുപിടിയുടെ ചരിത്രം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പെണ്ണുപിടിയനാക്കി ചാപ്പകുത്തി രാജിവെക്കണം എന്നാവശ്യപ്പെട്ട ഗണേഷ് കുമാറിനോട് എങ്കിൽ അത് ചെയ്തുകൂടെ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നു. എൻ്റെ ചോദ്യം, കൊട്ടാരക്കര മേഖലയിൽ നിന്ന് 112ലേക്ക് ഏതെങ്കിലും ഒരു സ്ത്രീ വിളിച്ച് പരാതി പറഞ്ഞിട്ടുണ്ടോ? ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ സ്ഥലത്തേക്ക് പിങ്ക് പോലീസ് എത്തിയിട്ടുണ്ടോ? പിങ്ക് പോലീസ് എത്തിയിട്ടുണ്ട് എങ്കിൽ എന്ത് നടപടി സ്വീകരിച്ചു? SP ആ വിഷയത്തിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ? ഇത്ര ചില ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്, നിങ്ങളിത് ചോദിക്കുന്നില്ല. എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങൾ ചോദിക്കാത്തതുകൊണ്ട് ഞാനും ചോദിക്കുന്നില്ല. ഇതൊക്കെ പക്ഷെ എല്ലാവർക്കും അറിയാവുന്ന ചോദ്യങ്ങളാണല്ലോ, അല്ലേ? അറിയാത്തതാണോ? ഇപ്പൊ എന്നോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ ഇതൊക്കെ അറിയുന്നത്? അല്ലല്ലോ. അപ്പൊ പിന്നെ നമുക്ക് വാർത്തകൾക്ക് നമുക്കൊരു സെലക്ടിവിറ്റി ഒക്കെ ഉണ്ട്, അല്ലേ? ഏതൊക്കെ വാർത്തയാക്കണം, ഏതൊക്കെ വാർത്തയാക്കണ്ട എന്നൊക്കെ നിങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. നല്ല ധാരണയുണ്ടെന്ന് എനിക്കറിയാം വ്യക്തിപരമായിട്ട്. നിങ്ങൾക്കറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ ഇത്. നിങ്ങൾക്കറിയാത്ത കാര്യമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ആ കാര്യത്തിനകത്ത് എങ്ങനെയായിരുന്നു നിങ്ങളുടെ സമീപനം നിങ്ങൾ ആലോചിക്കൂ. എന്നോട് ചോദിക്കുന്നത് ശരിയല്ലല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ നാട്ടിൽ എല്ലാവരുടെയും പബ്ലിക് ഡൊമൈനിലുള്ള ഒരു വിഷയത്തിൽ ഞാൻ എന്തിനാ പറയുന്നത്? നിങ്ങൾക്കറിയാമല്ലോ. അതപ്പം നോക്കട്ടെ, എന്താണ് വരുന്നത് നമുക്ക് നോക്കാം. സർക്കാരിന്റെ നിലപാടുകൾ ജനങ്ങൾ സംശയിക്കില്ലേ? സർക്കാർ ഈ വിഷയത്തിനകത്ത്, ഇത്തരം വിഷയങ്ങൾക്കകത്ത് എടുക്കേണ്ടുന്ന സമീപനങ്ങളിൽ ഇരട്ടത്താപ്പുണ്ടോ, രാഷ്ട്രീയമുണ്ടോ എന്നൊക്കെ സർക്കാർ മറുപടി പറയേണ്ടി വരും. ഞാൻ അതിനകത്ത് കമന്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയെങ്കിലും പറഞ്ഞത്. നിങ്ങൾക്കറിയുന്നതിന്റെ അത്രയും പോലും എനിക്കറിയില്ല. മന്ത്രിസ്ഥാനം തലനാരിഴയ്ക്ക് തെറിക്കും എന്ന സാഹചര്യം ഗണേഷ് കുമാറിന് ബോധ്യമാകുന്നു. മുഖ്യമന്ത്രിയോട് DGP നൽകിയ വിശദീകരണം അനുസരിച്ച് ഗണേഷ് കുമാറിൻ്റെ ഭാര്യ പരാതിപ്പെട്ടാൽ കേസെടുക്കേണ്ടി വരും. സർക്കാർ പ്രതിക്കൂട്ടിലാവുന്നു. രാഹുൽ മാങ്കൂട്ടത്തെ വേട്ടയാടി പിടിച്ച് സ്ത്രീ സുരക്ഷയുടെ കുത്തകാവകാശം പേറുന്നു എന്നവകാശപ്പെടുന്ന
CPM-ന് ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും നീതി കിട്ടാത്ത സാഹചര്യം ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പ്രയാസമായി. പ്രതിപക്ഷ നേതാവ് അത് അടിവരയിട്ട് പറഞ്ഞു. ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും കിട്ടാത്ത നീതി കേരളത്തിലെ ഏത് സ്ത്രീക്കാണ് കിട്ടാൻ പോകുന്നത്? മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത്. മറ്റേ കാര്യത്തിൽ ഞാൻ പറയുന്നില്ല. ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അവരെ ആക്രമിക്കുകയാണ്, മുറിയിൽ അടച്ചു പൂട്ടിയിട്ടിട്ട് അവരുടെ നിന്ന് ഈ ഫോൺ തട്ടിപ്പറിക്കുകയാണ്. അവർ ഹെൽപ്പ് എന്ന് പറഞ്ഞ കൂടെ അവർ തന്നെ പറഞ്ഞല്ലോ, വിളിക്കുകയാണ്. അവർ പറഞ്ഞില്ലായിരുന്നു, ഞാൻ ഇത് പറയില്ലായിരുന്നു. അവർ വന്ന് പറഞ്ഞല്ലോ, അവർ ഉറക്കെ വിളിക്കുകയാണ്, അവർ പോലീസിനെ വിളിക്കുകയാണ്, പോലീസ് വരികയാണ്. വന്നിട്ട് പോലീസ് എന്ത് ചെയ്തു? അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ചോ? ഇവരാരെങ്കിലും ആക്രമിച്ചെന്ന് അന്വേഷിച്ചോ? അവർക്ക് പരിക്ക് പറ്റിയെന്ന് അന്വേഷിച്ചോ? അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തിയ പിന്നെ എന്തു പോലീസാണ്? ഏത് സ്ത്രീക്കാണ് കേരളത്തിൽ ഈ പോലീസിനെ കൊണ്ട് സുരക്ഷ കിട്ടുന്നത്? ഇതോടുകൂടി മന്ത്രി ഗണേഷ് കുമാറിനെതിരെ കേസെടുക്കാനുള്ള സമ്മർദ്ദം പോലീസിന്റെ മേൽ ശക്തമായി. ഒടുവിൽ നിവർത്തികെട്ട് ഗണേഷ് കുമാർ തൻ്റെ ഭാര്യ ബിന്ദു മേനോനെ വിളിച്ച് ക്ഷമ ചോദിച്ച് താൽക്കാലികമായി പ്രശ്നപരിഹാരം ഉണ്ടാക്കിയിരിക്കുന്നു. ഇന്ന് രാവിലെ ഗണേഷ് കുമാർ തിരുവനന്തപുരത്തേക്ക് പോയത് പ്രശ്നപരിഹാരം ഉറപ്പാക്കിയിട്ടാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ ഗണേഷിനോട് രാജി ആവശ്യപ്പെട്ടേക്കും എന്ന വാർത്ത പുറത്തു വന്നതോടെ ഭാര്യയെ വിളിച്ച് മാപ്പ് പറഞ്ഞ് എല്ലാം പൊറുക്കണം എന്ന് യാചിച്ച് പ്രശ്നം പരിഹരിച്ചിരിക്കുകയാണ് ഗണേഷ് കുമാർ. ഭാര്യ പരാതിപ്പെടാത്തതുകൊണ്ട് പോലീസിൻ്റെയും തലവേദന ഒഴിഞ്ഞു. എന്നാൽ ഗണേഷ് കുമാറിൻ്റെ ഭാര്യയുടെ ആരോപണങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ സജീവമാണ്. സമാനമായ ആരോപണം ആദ്യ ഭാര്യയും ഉയർത്തിയിരുന്നു. തൽക്കാലം ഗണേഷ് കുമാറിന് കോംപ്രമൈസിൽ മുമ്പോട്ട് പോകാൻ കഴിയുമെങ്കിലും സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഗണേഷ് കുമാറിൻ്റെ സ്വഭാവം ചർച്ചയാവുന്നു. മാത്രമല്ല, രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയം ഉയർത്താൻ പോലും കഴിയാത്ത വിധത്തിൽ CPIM പ്രതിരോധത്തിലാവുന്നു. രാഹുലിനെ വീഴ്ത്താൻ തുടങ്ങിയ ഗണേഷ് കുമാറിന് ഒടുവിൽ 5000 പ്രണയിനികൾ തനിക്കുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. ഇടതുപക്ഷത്തിന് ഇതുണ്ടാക്കുന്ന ക്ഷീണം ചില്ലറയല്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ വേട്ടയാടി ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാക്കാൻ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരുന്ന CPM-ന് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഗണേഷ് കുമാറിൻ്റെ പെണ്ണ് കേസ്. കണ്ണിൽ കാണുന്ന പെണ്ണുങ്ങളെയൊക്കെ തൻ്റെ ശാരീരികാവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ച് ശീലിച്ച ഗണേഷ് കുമാർ അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുകയാണ്. CPM-ന് ഫലപ്രദമായി ഈ തെരഞ്ഞെടുപ്പിൽ പെണ്ണ് വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയാത്ത വിധത്തിൽ ഗണേഷ് കുമാർ വിഷയം വഷളായിരിക്കുന്നു. തൽക്കാലം ബിന്ദു പരാതിപ്പെടുന്നില്ല എന്ന് സമ്മതിച്ചതോടെ ഗണേഷ് തടി തപ്പിയെങ്കിലും രക്ഷപ്പെട്ടെങ്കിലും ഇത് ശാശ്വതമല്ല. ഗണേഷ് കുമാറിൻ്റെ പെണ്ണുപിടിയുടെ ചരിത്രം കേരളീയ സമൂഹം ഒരിക്കൽ കൂടി ചർച്ച ചെയ്തു. എത്ര സ്ത്രീകളുമായി വഴിവിട്ട ബന്ധം ഗണേഷിനുണ്ട് എന്ന കാര്യത്തിൽ എല്ലാവർക്കും തർക്കമുണ്ട്. ഗണേഷ് കുമാറിൻ്റെ രണ്ടാം ഭാര്യയായ ബിന്ദു മേനോൻ മുമ്പും ഗണേഷിനോട് ഉടക്കുണ്ടാക്കി വീട്ടിൽ പോയിട്ടുണ്ട്. എന്നാൽ പെണ്ണു കേസ് അതിരുവിട്ടതോടെ വഴിയെ പോകുന്ന ഏത് പെണ്ണിനെയും വീട്ടിൽ കൊണ്ടുവന്ന് പോലീസിൻ്റെ സഹായത്തോടെ ദുരുപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഗണേഷ് കുമാർ മാറിയതോടെ സഹികെട്ട് ഭാര്യ രംഗത്ത് വരികയായിരുന്നു. ഇത് കൃത്യമായി കോൺഗ്രസ് പാർട്ടി മുതലെടുക്കാൻ ശ്രമിച്ചതോടെ ഗണേഷ് പ്രതിരോധത്തിലായി. ഗണേഷിനെ ചുമന്നുകൊണ്ട് CPIM-ഉം കുഴപ്പത്തിലായി. പാർട്ടിക്ക് ഗണേഷിനെ തള്ളിപ്പറയേണ്ട സാഹചര്യം രൂപപ്പെട്ടപ്പോഴാണ് ഭാര്യയോട് മാപ്പ് പറഞ്ഞ് തടിതപ്പാൻ ഗണേഷ് കുമാർ രംഗത്തിറങ്ങിയത്. അവസരം കൃത്യമായി മുതലെടുക്കുകയാണ് ജ്യോതികുമാർ ചാമക്കാലയും UDF താവളവും. ഗണേഷ് കുമാറിൻ്റെ അയാൾ പോലും അംഗീകരിച്ച പെണ്ണുപിടിയാണ് ഇന്ന് ഏറ്റവും വലിയ ചർച്ചാ വിഷയമാകുന്നത്. ഓടി നടന്ന് പെണ്ണുപിടിക്കുക മാത്രമല്ല, തൻ്റെ ഭാര്യയെപ്പോലും വകവയ്ക്കാതെ സ്ത്രീലമ്പടനായി മാറിയിരിക്കുന്നു ഒരു മന്ത്രി എന്നത് ഈ സമൂഹത്തിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാകും. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗണേഷ് കുമാറിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. എന്തായാലും പെണ്ണ് വിഷയത്തിൽ ഗണേഷ് കുമാർ CPM-നെ വെട്ടിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗണേഷ് കുമാർ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ പാലക്കാട് സ്ഥാനാർത്ഥിയാവാനും ചർച്ച നടക്കുന്നുണ്ട്. പെണ്ണ് വിഷയത്തിൽപ്പെട്ട രാഹുലിനെതിരെ കോൺഗ്രസ് പാർട്ടി അച്ചടക്ക നടപടിയെടുത്തു. എന്നാൽ മന്ത്രി ഗണേഷ് കുമാറിന് ഒരു അച്ചടക്ക നടപടിയുമില്ല. ഗണേഷ് കുമാർ മത്സരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടി മത്സരിച്ചാൽ CPM-ന് മിണ്ടാൻ കഴിയാത്ത സാഹചര്യമുണ്ടാവും. അങ്ങനെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്ത് ഇറങ്ങിക്കളിക്കാനുള്ള ആലോചന ഒരിക്കൽ കൂടി കോൺഗ്രസ് പാർട്ടി ശക്തമാക്കിയിരിക്കുന്നു. മറ്റൊരു സ്ഥാനാർത്ഥിയെ പാലക്കാട് ഇതുവരെ കണ്ടെത്താൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാലക്കാട് മത്സരിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു വരുന്നു. ഗണേഷ് കുമാറിന് പത്തനാപുരത്ത് മത്സരിക്കാമെങ്കിൽ
രാഹുൽ മാങ്കൂട്ടത്തിന് എന്തുകൊണ്ട് പാലക്കാട് മത്സരിച്ചുകൂടാ എന്ന ചോദ്യം പ്രസക്തമാവുന്നു. അക്ഷരാർത്ഥത്തിൽ കെ ബി ഗണേഷ് കുമാർ LDFനെയും CPMനെയും പ്രതിരോധത്തിൽ ആഴ്ത്തി കഴിഞ്ഞിരിക്കുന്നു.